നമസ്തേ. നമ്മുടെ ഇന്നത്തെ പ്രദക്ഷിണ വഴി കണ്ണൂർ വിഷൻ ചാനൽ എത്തിയത് കോവൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ്. ചാലോടി ഇരിക്കൂർ റോഡിൽ നായാട്ടുപാറയിൽ നിന്ന് കാരാട്ട് പറമ്പെന്ന് പറയപ്പെടുന്ന ദേശത്താണ് കോവൂര് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രങ്ങളെല്ലാം വ്യത്യസ്തങ്ങളാണ്. വ്യത്യസ്ത ആചരണവും വ്യത്യസ്ത ആരാധനാ സമ്പ്രദായവുമാണ് നമ്മുടെയൊക്കെ ഭാരതത്തിലെ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത. കോവൂര് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിന് ധാരാളം പ്രത്യേകതകളും ഐതിഹ്യങ്ങളുമുണ്ട്. ഈ ഗ്രാമത്തിൻ്റെ മുഴുവൻ, കോവൂരെന്ന് പറയുന്ന ഈ ഗ്രാമത്തിൻ്റെ മുഴുവൻ ഗ്രാമദേവൻ കൂടിയാണത്രേ കോവൂരെ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം. നമുക്ക് ഈ ക്ഷേത്രത്തിലെ ഐതിഹ്യങ്ങളെക്കുറിച്ചും ആചാരങ്ങളെക്കുറിച്ചും അനുഷ്ഠാനങ്ങളെക്കുറിച്ചും കണ്ണൂർ വിഷൻ ചാനലിൻ്റെ പ്രദക്ഷിണ വഴിയിലൂടെ മനസ്സിലാക്കി തൊഴുതു പ്രാർത്ഥിച്ചു വരാം. കോവൂര് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം വടക്കേ മലബാറിലെ തന്നെ അതിപ്രാചീനമായ ക്ഷേത്രങ്ങളിലൊന്നാണ് കോവൂര് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തിൽ പറയപ്പെടുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ ഈ ഭൂമിയുടെ പരിപാവനതയും മഹത്വവും കണ്ട് സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാൻ സ്വയം പ്രത്യക്ഷപ്പെട്ട ഒരു സങ്കേതഭൂമി എന്ന് ഇവിടുത്തെ പഴമക്കാരും ഇവിടുത്തെ ചരിത്രത്തിലും നമുക്ക് പറഞ്ഞു തരും. മറ്റൊരു പ്രത്യേകത, എല്ലാ ജീവിതത്തിലും ആധ്യാത്മികത ഉണർത്തുന്നത് സന്യാസി വര്യന്മാരാണ്. കോവൂര് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത, സന്യാസി ശ്രേഷ്ഠന്മാരെ അവർക്ക് വേണ്ടി യുഗങ്ങൾക്ക് മുൻപ് ഭഗവത് ചൈതന്യം ഇവിടെ പ്രത്യക്ഷപ്പെട്ടു എന്നും സന്യാസി വര്യന്മാർക്ക് ആരാധിക്കാൻ പാകത്തിലാണത്രേ കോവൂരെ ശ്രീ മഹാവിഷ്ണു ഭഗവാനെ പ്രതിഷ്ഠിച്ചത് എന്ന് ഇവിടുത്തെ ഐതിഹ്യത്തിൽ പറയുന്നു. വളരെ പഴക്കമുള്ള പുരാതന കാലത്തെ നിലവിൽ വന്നിരുന്ന ഒരു ക്ഷേത്രമാണ് കോവൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം. ക്ഷേത്രത്തിൻ്റെ ചരിത്രം ഐതിഹ്യം പറഞ്ഞാൽ വളരെ മുമ്പ് ഈ പ്രദേശത്ത് താമസിച്ചിരുന്ന സന്യാസി സമൂഹമായിരുന്നു ഇത് നടത്തിക്കൊണ്ടിരുന്നത്. വളരെ പ്രസിദ്ധമായ ഒരു ചരിത്രം ഈ ക്ഷേത്രത്തിനുണ്ട്. വലിയ പേരുകേട്ട ഉത്സവം ഈ പ്രദേശത്ത് ഒക്കെ ഉള്ള ജനങ്ങൾ പങ്കാളികളായ ഉത്സവം ഇവിടെ നടത്തിയിരുന്നതായിട്ടാണ് ഐതിഹ്യം. ഇവിടുത്തെ ഊട്ടിനും ഉത്സവത്തിനും വിവിധ പ്രദേശങ്ങളിൽ നിന്ന് സന്യാസി സമൂഹവും ഭക്തന്മാരും എത്തിച്ചേർന്നിരുന്നതായി ഐതിഹ്യമുണ്ട്.
ക്രമേണ ഊരാളന്മാർ തമ്മിലുള്ള കലഹം മൂലം ക്ഷേത്രം നശീകരണത്തിൻ്റെ പാതയിലായി. അതോടൊപ്പം തന്നെ ക്ഷേത്ര സ്വത്തുക്കൾ അന്യാധീനപ്പെടുകയും ചെയ്തതായിട്ടാണ് കണക്കാക്കുന്നത്. ചരിത്ര പ്രാധാന്യം ഈ ക്ഷേത്രത്തിന് വളരെ വലുതായിട്ടുണ്ട്. AD 12-ാം നൂറ്റാണ്ടിൽ കോലത്തിരി രാജാക്കന്മാരുടെ കാലത്ത് പണി കഴിപ്പിച്ച് സന്യാസി സമൂഹത്തിന് ആരാധനയ്ക്ക് നൽകിയതായിട്ടാണ് ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലം. മലയാളം വട്ടെഴുത്ത് പ്രചാരത്തിൽ ഉണ്ടായിരുന്ന കാലത്ത് ഏകദേശം 1000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ക്ഷേത്രം നിർമ്മിച്ചതായിട്ടാണ് കണക്കാക്കുന്നത്. പ്രമുഖ ചരിത്ര ഗവേഷകനായ ശ്രീ MGS നാരായണനും സംഘവും ഈ ക്ഷേത്രത്തിൽ വരികയും ഇവിടുത്തെ ചരിത്ര ലിപികൾ, ചരിത്ര വസ്തുക്കൾ പരിശോധിക്കുകയും ചെയ്ത് വട്ടെഴുത്തുമൊക്കെ പരിശോധിച്ച് വായിച്ചെടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഉദയവർമ്മൻ കോലത്തിരി രാജാവിൻ്റെ കാലത്താണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത്. ഇവിടുത്തെ സന്യാസി സമൂഹത്തിന് ആരാധനയ്ക്കായി തുറന്നു കൊടുത്തതും എന്ന് കാണുന്നു. അതോടൊപ്പം തന്നെ അക്കാലത്ത് ഈ പ്രദേശത്തെ വലിയ മഹോത്സവമായി ക്ഷേത്ര ഉത്സവം നടത്തിയതായും പറയപ്പെടുന്നു. ക്രമേണ ഊരാളന്മാർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസമൊക്കെ കൊണ്ട് നശീകരണ പാതയിലായ ഈ ക്ഷേത്രം ക്രമേണ 1960 വരെ നിത്യശാന്തിയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് ക്ഷേത്ര ചടങ്ങുകളൊന്നും ആരാധനാക്രമങ്ങളൊന്നും നടത്താതെ നാശോന്മുഖമായി തീർന്നു. അതിനുശേഷം 1988 ശ്രീ C. ബാലരാമൻ നമ്പ്യാരുടെ നേതൃത്വത്തിൽ ക്ഷേത്ര പുനരുദ്ധാരണത്തിനുള്ള ശ്രമം നടത്തി. അങ്ങനെ ശ്രീകോവിലും അറ്റകുറ്റപ്പണികളൊക്കെ നടത്തി ആരാധനയ്ക്ക് വേണ്ടി ക്ഷേത്ര ഊരാളനായ ശ്രീ തേറളം മല്ലിശ്ശേരി അവരുടെ സമ്മതത്തോടുകൂടി ആരാധനയ്ക്കായി തുറന്നു. അതോടുകൂടി ക്ഷേത്രത്തിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ചുറ്റു അമ്പലത്തിൻ്റെ പണി പൂർത്തിയാക്കി. അതോടൊപ്പം തന്നെ മറ്റ് നിത്യ പൂജയ്ക്ക് വേണ്ടി ശാന്തിക്കാരനെ ഏൽപ്പിച്ചു. ക്ഷേത്ര ഊരാളൻ്റെ സമ്മതത്തോടുകൂടി മറ്റ് നവീകരണ പ്രവർത്തനങ്ങളൊക്കെ ക്രമമായി നടത്തിക്കൊണ്ടിരുന്നു. അക്കാലത്ത് ക്ഷേത്രത്തിനാവശ്യമായ എല്ലാ നിർമ്മാണങ്ങളും ആരംഭിക്കാൻ വേണ്ടി തുടങ്ങി. ഭക്തജനങ്ങളുടെ അകമഴിഞ്ഞ സഹായ സഹകരണങ്ങളുണ്ടായി. അക്കാലത്തെ പഴയ കാലത്തെ കമ്മിറ്റിക്കാരെയും പ്രവർത്തകരെയും ഈ അവസരത്തിൽ നന്ദിപൂർവ്വം ഓർമ്മിക്കുകയാണ്. പിന്നെ ചുറ്റമ്പലത്തിൻ്റെ പണി പൂർത്തിയാക്കി. നടപ്പന്തൽ നിർമ്മിച്ചു. ക്ഷേത്ര ഗോപുരങ്ങൾ പണിതു. ക്ഷേത്ര കുളം നിർമ്മിച്ചു. ക്ഷേത്രവും പന്തലും കരിങ്കല്ല് പതിച്ച് ഭംഗി വരുത്തി. അതോടൊപ്പം തന്നെ പഴയ ചരിത്രകാലത്തെ ഓർമ്മിക്കുന്ന ഊട്ട് പുനഃസ്ഥാപിക്കാനായി തിരുവോണനാളിൽ മഹാവിഷ്ണുവിൻ്റെ ജന്മനക്ഷത്രമായ തിരുവോണനാളിൽ എല്ലാ തിരുവോണനാളുകളിലും വലിയ അന്നദാനം, തിരുവോണ ഊട്ട് നടത്താൻ ആരംഭിച്ചു. ഊട്ടിൻ്റെ സൗകര്യാർത്ഥം വലിയൊരു ഊട്ടുപുര നിർമ്മിച്ചു. ഏകദേശം അതിൻ്റെ പണിയെല്ലാം പൂർത്തിയായി. ഏകദേശം 300 പേർക്ക് ഇരുന്ന് സുഗമമായി ഭക്ഷണം കഴിക്കാനും ഏകദേശം 2000-ത്തിലധികം ആളുകൾക്ക് പാചകം ചെയ്യാൻ പറ്റിയ അടുക്കള സംവിധാനം ഒരുക്കാനും നിലവിലുള്ള ക്ഷേത്ര സമിതിക്ക് സാധിച്ചിട്ടുണ്ട്. ഇനി അങ്ങോട്ട് ക്ഷേത്രക്കുളം ഒന്നുകൂടി നവീകരിക്കേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ക്ഷേത്ര അരിയാലിൻ്റെ തറ പുനർനിർമ്മാണം നടത്തേണ്ടതുമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് പല ചെറിയ ചെറിയ പ്രവർത്തനങ്ങളും ക്ഷേത്രത്തോടനുബന്ധിച്ച് നിർമ്മിക്കാനുണ്ട്. ആ പ്രവർത്തനങ്ങളാണ് ഭാവിയിൽ ചെയ്യാൻ വേണ്ടി ക്ഷേത്ര സമിതി ഉദ്ദേശിക്കുന്നത്. അങ്ങനെ കോവൂര് മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതയിൽ മറ്റെല്ലാ ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായ
സന്യാസി ശ്രേഷ്ഠന്മാർക്ക് ആരാധിക്കാൻ പാകത്തിലാണത്രേ ഇവിടുത്തെ ക്ഷേത്ര പ്രതിഷ്ഠ നടത്തപ്പെട്ടത് എന്ന് പൂർവികർ കാണിച്ചു തരുന്നു. അതിനേക്കാൾ അപ്പുറം AD 2000 കാലഘട്ടത്തിലാണ് പോലും ഈ ക്ഷേത്രത്തിൻ്റെ ഒരു ആരംഭ കാലഘട്ടമെന്നും കോലത്ത് ഉദയവർമ്മൻ രാജയുടെ കാലഘട്ടത്തിൽ സന്യാസി ശ്രേഷ്ഠന്മാരുടെ ആരാധനയ്ക്ക് വേണ്ടി ക്ഷേത്രം നിർമ്മിച്ചു എന്നാണ്. പിന്നീട് ക്ഷേത്രം ജീർണാവസ്ഥയിലേക്ക് പോവുകയും നാശോന്മുഖമാവുകയും ചെയ്തു. അങ്ങനെ 40 വർഷക്കാലഘട്ടമായി ഈ പ്രദേശത്തുള്ള പല വ്യക്തികളും അധ്യാപകന്മാരും അങ്ങനെ ധാരാളം ഭക്തന്മാരും ഒക്കെ കൂടി ചേർന്നുകൊണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ കമ്മിറ്റി ഉണ്ടാക്കുകയും അങ്ങനെ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടുത്തെ ഇന്ന് കാണുന്ന ഈ ഒരു നവീകരണ ഘട്ടത്തിലേക്ക് ഈ ക്ഷേത്രം എത്തിയെന്നാണ്. നമ്മളങ്ങനെ പ്രദക്ഷിണം വെച്ച് ക്ഷേത്രത്തിൻ്റെ പുറകിലെന്ന് പറയുമ്പം ഏകദേശം കിഴക്ക് ഭാഗത്തേക്ക്, കാരണം പടിഞ്ഞാറോട്ടേക്ക് ദർശനമായ മഹാവിഷ്ണു ഭഗവാനാണ്. നമുക്ക് പടിഞ്ഞാറ് പ്രദക്ഷിണമായ മഹാവിഷ്ണു ഭഗവാനെ പ്രദക്ഷിണ വഴിയിലൂടെ എത്തി കിഴക്ക് നിന്ന് തൊഴുതു പ്രാർത്ഥിക്കാം. കോവൂര് മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തിൽ സന്യാസി ശ്രേഷ്ഠന്മാർ ഒരു കാലഘട്ടത്തിൽ ആചരിക്കുകയും ആദരിക്കുകയും ചെയ്തൊരു ക്ഷേത്രമാണെന്ന് പറഞ്ഞു. ഈ ക്ഷേത്രത്തിൻ്റെ താന്ത്രിക പാരമ്പര്യം എന്ന് പറയുന്നത് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലെ 4 താന്ത്രിക പാരമ്പര്യങ്ങളിലൊന്നായ ഇരുവേശിയാണ്. ഇരുവേശി പുടയൂരാണത്രേ ഈ ക്ഷേത്രത്തിൻ്റെ താന്ത്രിക പാരമ്പര്യം. പടിഞ്ഞാറോട്ടേക്ക് ദർശനമായ മഹാവിഷ്ണുവാണെന്ന് പറഞ്ഞു. കിഴക്കോട്ടേക്കുള്ള പടിപ്പുര ഗോപുരം നമുക്ക് കാണാം. ഇത് ക്ഷേത്രങ്ങൾക്കൊക്കെ ഗോപുരമാണ്. ആ ഗോപുരം ഇറങ്ങിക്കഴിഞ്ഞ് കിഴക്കോട്ടേക്ക് പോയാൽ നല്ല ഒരു ഗ്രാമീണമായ അന്തരീക്ഷം. ഒപ്പം ക്ഷേത്രത്തിൻ്റെ കിഴക്കുഭാഗത്ത് വളരെ പരിപാവനമായി കണക്കാക്കപ്പെടുന്ന അശ്വത്ഥം, അരയാൽ വൃക്ഷം നമുക്ക് കാണാം. കൂടാതെ ഒരു ക്ഷേത്രത്തിൻ്റെ ആചാര്യൻ വന്നാൽ ആ ആചാര്യന് തന്ത്രിക്ക് അതിൻ്റെ ശുദ്ധാശുദ്ധത്തോടു കൂടിയൊക്കെ താമസിച്ച് ജപ തപ കർമ്മങ്ങൾ നടത്തണം. അതിന് തന്ത്രിയുടെ മഠം, അതുപോലെ തന്നെ കിഴക്കുഭാഗത്തെ ആല്, ഈ ആലും ഇനി നവീകരണ പാതയിലാണ്. ആൽത്തറയൊക്കെ ആലിൽ നമുക്കറിയാം ശിവ വിഷ്ണു ബ്രഹ്മ ചൈതന്യം കുടിയിരിക്കുന്നതാണ്. അങ്ങനെ കിഴക്കോട്ടേക്ക് ദർശിക്കുന്ന സമയത്ത് നമുക്ക് പ്രദക്ഷിണ പദം പൂർത്തിയാക്കുമ്പോൾ അശ്വത്ഥമായ അരയാൽ വൃക്ഷത്തെ നമുക്ക് കാണാം. നമുക്കും ഈ അരയാൽ വൃക്ഷത്തെ പ്രദക്ഷിണം വെച്ച് തൊഴുത് പ്രദക്ഷിണ പദം പൂർത്തിയാക്കാം. അങ്ങനെ ക്ഷേത്രത്തിൻ്റെ കിഴക്ക് ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മൾ അരയാൽ കൂടി കഴിഞ്ഞിട്ടാണത്രേ ഈ ക്ഷേത്രത്തിൻ്റെ പരിപാവനമായ തീർത്ഥക്കുളം. തീർത്ഥക്കുളം പ്രേക്ഷകർക്ക് കാണും പോലെയാണ്, വളരെ ചെറിയ കുളമാണ്. പക്ഷേ ആ കുളത്തിൻ്റെ ഒരു പ്രത്യേകത ഗംഗാജലം കൊണ്ട് പരിശുദ്ധമാക്കിയ ഒരു കുളം. ഒരു ക്ഷേത്രത്തിലെ കുളം നവീകരിക്കുക, കുളം സംരക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത് പ്രകൃതി സംരക്ഷണം കൂടിയാണ്. പഴയ ഒരു സമ്പ്രദായത്തിൽ തന്നെയാണ് ക്ഷേത്രത്തിൽ പ്രത്യേകിച്ച് കർശനമായി എഴുതി വെച്ചിട്ടുണ്ട്. ഈ കുളത്തിൽ സോപ്പ് മറ്റ് കാര്യങ്ങളൊന്നും ഉപയോഗിക്കാതെ വളരെ ഭംഗിയായി അത് സംരക്ഷിച്ചു വെക്കണമെന്ന് ക്ഷേത്ര ഭാരവാഹികൾക്ക് നിർബന്ധമുള്ളത് കൊണ്ട് തന്നെ ഇനി ധാരാളം നവീകരണം കോവൂര് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ കഴിഞ്ഞെങ്കിലും കുളത്തിൻ്റെ നവീകരണവും ഇനിയുള്ള നവീകരണത്തിൽ ഇവരുടെ പ്രധാന ഒരു പരിപാടിയാണത്രേ.
അപ്പോൾ ആ കുളവും നവീകരിക്കാൻ പെട്ടെന്ന് തന്നെ മഹാവിഷ്ണു ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രദക്ഷിണ വഴിയിലൂടെ പ്രാർത്ഥിക്കാം. അങ്ങനെ കോവൂര് മഹാവിഷ്ണു ക്ഷേത്രം ഒരു കാലഘട്ടത്തിൽ ഊരാള പരമ്പരയുടേതായിരുന്നു എന്നും തേർല മല്ലിശ്ശേരി ഇല്ലക്കാരുടെ ഒരു ഊരാള പാരമ്പര്യമായിരുന്നു ഈ ക്ഷേത്രം. അങ്ങനെ ധാരാളം ഇല്ലങ്ങളും ഇല്ല പരമ്പരകളും ഈ പ്രദേശത്തൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് ഇല്ലങ്ങളെ പരമ്പരകളും ഒക്കെ അന്യാധീനപ്പെടുകയും ഈ ദേശത്ത് തന്നെ പലായനം ചെയ്തുവെന്നും അങ്ങനെ ഇത് ദേശ ജനങ്ങളിലേക്ക് ഇത് എത്തപ്പെട്ടുവെന്നും ഇന്ന് ദേശത്തിൻ്റെ കൂട്ടായ്മയോടുകൂടി ഭാഗവത സപ്താഹം 1.8 വർഷങ്ങളിൽ ഭാഗവത സപ്താഹം നടക്കുന്നു. മകരമാസത്തിൽ ഉത്സവം ആരംഭിച്ച് ഉത്തരായന കാലഘട്ടം എന്നറിയപ്പെടുന്ന വളരെ പ്രസിദ്ധമായ മകരം 1-ാം തീയതി ഉത്സവം തടമ്പ് നൃത്തത്തോടു കൂടിയുള്ള ഉത്സവം നടക്കുന്നു. ആ ഉത്സവത്തോടു കൂടി ക്ഷേത്ര ഉത്സവം പൂർത്തീകരിക്കപ്പെടുന്ന ഒരു ക്ഷേത്രം കൂടിയാണത്രേ കോവൂര് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം. ഇല്ല പാരമ്പര്യം നേരത്തെ പറഞ്ഞതുപോലെ മല്ലിശ്ശേരി പാരമ്പര്യമാണെന്നും ആചാര്യ പാരമ്പര്യം എന്ന് പറയുന്നത് എരുവേശി സമ്പ്രദായമാണ് ഈ ക്ഷേത്രത്തിൻ്റെ ആചാര്യ പാരമ്പര്യമെന്നും നമുക്ക് ഇവിടുത്തെ ഐതിഹ്യത്തിൽ നിന്നും അനുഷ്ഠാനത്തിൽ നിന്നും മനസ്സിലാക്കുവാൻ വേണ്ടി സാധിച്ചു. ഇനി നമുക്ക് പ്രദക്ഷിണ പദം പൂർത്തീകരിക്കാം. എല്ലാ കർക്കിടക മാസങ്ങളിലും നമ്മളിവിടെ രാമായണ മാസമായി ആചരിക്കുന്നുണ്ട്. സമ്പൂർണ്ണ രാമായണ പാരായണം നടത്തുന്നുണ്ട്. അതല്ലാതെ ഭക്തജനങ്ങളുടെ പങ്കാളിത്തത്തോടു കൂടി തന്നെ എല്ലാ ദിവസവും ഭഗവതി സേവ, ഗണപതി ഹോമം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ തന്നെ നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. അതിന് ഭക്തജനങ്ങളുടെ നല്ല സഹകരണം ലഭിക്കുന്നുണ്ട് നമുക്കിവിടെ. പിന്നെ വിഷു, ഓണം ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട വിശേഷ ദിവസങ്ങളിലൊക്കെ നല്ല ഭക്തജന പങ്കാളിത്തത്തോടു കൂടി തന്നെ എല്ലാ പരിപാടികളും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ. നിലവിൽ 100ഓളം മെമ്പർമാരാണ് നമ്മുടെ കമ്മിറ്റിക്ക് ഉള്ളത്. അതിൽ ചുമതല വഹിക്കുന്നത് 9 അംഗങ്ങളുള്ള ട്രസ്റ്റ് അംഗങ്ങളാണ്. നിലവിലെ പ്രസിഡന്റ് ശ്രീ OM ശ്രീധരൻ മാസ്റ്ററും സെക്രട്ടറി M ബാലകൃഷ്ണനുമാണ്. ക്ഷേത്ര ചടങ്ങുകൾ കൃത്യമായിട്ട് എല്ലാ ദിവസവും നടക്കുന്നുണ്ട്. രാവിലെ 6 മണിക്ക് ക്ഷേത്രം തുറന്ന് പൂജകൾ ആരംഭിക്കും. വൈകുന്നേരം 5:30 വൈകുന്നേരത്തെ പൂജകൾ ആരംഭിക്കും. പിന്നെ നവരാത്രി ആഘോഷം വളരെ ഭംഗിയായിട്ട് നടന്നു വരുന്നുണ്ട്. വാഹന പൂജക്കൊക്കെ ഒരുപാട് വാഹനങ്ങൾ ഉണ്ടാകാറുണ്ട്. മണ്ഡലകാലത്ത് ധാരാളം സ്വാമിമാരുടെ സാന്നിധ്യം ക്ഷേത്രത്തിലുണ്ടാവാറുണ്ട്. ക്ഷേത്രമുറ്റത്ത് വെച്ച് കെട്ടുനിറയൊക്കെ ഉണ്ടാകാറുണ്ട്. ക്ഷേത്രത്തിലെ ഉത്സവം എല്ലാ വർഷവും വളരെ നല്ല രീതിയിൽ നടത്താറുണ്ട്. മകരം 1-ന് ചടമ്പ് നൃത്തത്തോടുകൂടി അവസാനിക്കുന്ന രീതിയിലാണ് ഉത്സവം. 3 ദിവസങ്ങളിലായി ഉത്സവ പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്. കലവറ നിറക്കൽ ഘോഷയാത്രയും അതുപോലെ നാട്ടിലെ കുട്ടികളുടെയും കലാകാരന്മാരുടെയും ഒക്കെ പരിപാടികൾ ഉണ്ടാവാറുണ്ട്. 2ാമത്തെ ദിവസം അതുപോലെ മറ്റ് പൊതു പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്. അപ്പോൾ എല്ലാ വർഷവും വളരെ ഗംഭീരമായ രീതിയിൽ ഉത്സവം നടത്താറുണ്ട്. 1 വർഷങ്ങളിൽ ഭാഗവത സപ്താഹ യജ്ഞവും നടത്താറുണ്ട്. ഈ പരിപാടികൾക്കൊക്കെ ഭക്തജനങ്ങളുടെ നിർലോഭമായ സഹായ സഹകരണങ്ങൾ ലഭിക്കാറുണ്ട്. ഇനിയും കഴിയുന്നത്ര നല്ല രീതിയിൽ ഈ ഉത്സവ പരിപാടികൾ നടത്താൻ കമ്മിറ്റി ശ്രമിക്കുന്നതാണ് എന്ന് മാത്രം. ക്ഷേത്രത്തിൽ എത്തുന്ന ഭക്തന്മാർക്ക് പ്രധാനമായും നെയ്വിളക്ക്, നിത്യപൂജ, പുഷ്പാഞ്ജലി എന്നീ വഴിപാടുകൾ ഇവിടെ നടത്തപ്പെടുന്നുണ്ട്. ഗണപതി ഹവനം, അതുപോലെ സ്വയംവര പുഷ്പാഞ്ജലി,
പാൽപ്പായസം, ശർക്കര പായസം, ഇവയൊക്കെയാണ് പ്രധാന വഴിപാടുകൾ. ചുറ്റുവിളക്ക്, ദീപസ്തംഭം, ഇതൊക്കെ ഏതൊരു ക്ഷേത്രത്തിനും അഭിവൃദ്ധിക്ക് ആചാര്യതവ സാമനായ ജപേന നിയമേന ഉത്സവേന അന്നദാനേന ക്ഷേത്രവൃദ്ധിസ്തു പഞ്ചദാനോ. കോവൂര് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ സരസ്വതി മണ്ഡപമാണ് ഈ കാണുന്നത്. ഈ ക്ഷേത്രത്തിൽ വെച്ച് ഉത്സവ കാലഘട്ടത്തിൽ നാരായണീയ പാരായണം, മറ്റ് ആധ്യാത്മികമായ സത്സംഗങ്ങൾ, കർക്കിടക മാസത്തിൽ രാമായണ സത്രങ്ങൾ, അതുപോലെ തന്നെ ഭാഗവത സത്രം, സപ്താഹം, ഇതൊക്കെ നടക്കുന്ന ഒരു വേദി കൂടിയാണ്. കാരണം ഒരു ക്ഷേത്രത്തിൻ്റെ അഭിവൃദ്ധിക്ക്, ഉന്നമനത്തിന് ഏറ്റവും പ്രധാനമാണ് ആധ്യാത്മികത. ആധ്യാത്മികത ഇല്ലെങ്കിൽ ജീവിതത്തിൽ പൂർണ്ണമല്ല എന്നാണ്. അതാണ് ഓരോ ക്ഷേത്രങ്ങളിലും ആധ്യാത്മികതയ്ക്ക് ഏറെ പ്രാധാന്യം കൊടുക്കണമെന്ന് പൂർവികര് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഒരു മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ അകത്തേക്ക് പ്രവേശിച്ച് തൊഴുത് പ്രാർത്ഥിച്ചു വരാം. കോവൂര് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം നേരത്തെ പറഞ്ഞതുപോലെ കാലങ്ങളുടെ പഴക്കം ഈ ക്ഷേത്രത്തിനുണ്ട് എന്നും ഈ സമീപ കാലഘട്ടത്തിൽ ഏകദേശം 40 വർഷക്കാലഘട്ടമായി ദേശത്തിലെ ഭക്തന്മാരുടെ കൂട്ടായ്മയോടുകൂടി ക്ഷേത്ര കമ്മിറ്റി രൂപീകരിക്കുകയും അങ്ങനെ വിവിധങ്ങളായ നവീകരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന കോവൂര് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം. പടിഞ്ഞാറോട്ടേക്ക് ദർശനമുള്ള അപൂർവം മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കോവൂര് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം. മറ്റൊരു പ്രത്യേകത, AD നൂറ്റാണ്ടിൽ സന്യാസി ശ്രേഷ്ഠന്മാർക്ക് ആരാധിക്കാൻ വേണ്ടി പ്രതിഷ്ഠിക്കപ്പെട്ടതാണ് ഈ മഹാവിഷ്ണു ഭഗവാൻ എന്ന് ഇവിടുത്തെ ക്ഷേത്രത്തിലെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ യുഗങ്ങളുടെ കാലപ്പഴക്കം ഈ ക്ഷേത്രത്തിനുണ്ട് എന്നും ഭഗവതി പ്രാധാന്യം ഉള്ളതുകൊണ്ട് തന്നെ കർക്കിടക മാസത്തിൽ ഭഗവതി സേവയും രാമായണ പാരായണവും ഒക്കെ നടത്തുന്ന അപൂർവതയിൽ അപൂർവമുള്ള ഒരു മഹാവിഷ്ണു ക്ഷേത്രം. 1 ഇടവിട്ട വർഷങ്ങളിൽ ഭാഗവത സപ്താഹം നടക്കുന്ന ക്ഷേത്രം. 3 ദിവസത്തെ ഉത്സവം എല്ലാ അനുഷ്ഠാനത്തോടു കൂടി, ഒപ്പം ദേശത്തിലെ ജനങ്ങളുടെ കൂട്ട പങ്കാളിത്തത്തോടു കൂടി ഉത്സവം നടക്കുന്ന കോവൂര് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം. അങ്ങനെയുള്ള പടിഞ്ഞാറോട്ട് ദർശനമായുള്ള ആ മഹാവിഷ്ണു ഭഗവാനെ നമുക്ക് പ്രദക്ഷിണ വഴിയിലൂടെ തൊഴുത് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കോവൂർ മഹാവിഷ്ണു ക്ഷേത്രം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു അമ്പലമാണ്. അപ്പം ഇവിടെ മാതൃസമിതിയിൽ ഒരു 4 വർഷത്തോളമായി സെക്രട്ടറി ആയിട്ട് ഞാനിവിടെ പ്രവർത്തിച്ചു വരുന്ന വളരെ നല്ല രീതിയിൽ നമ്മളെ മാതൃസമിതിയുടെ പ്രവർത്തനം കാഴ്ചവെക്കുന്നുണ്ട്. നമ്മൾ അമ്പലത്തിനെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാ മാസവും തിരുവോണ ദിവസം അന്നദാനം നടക്കുന്നുണ്ട്. അപ്പോൾ അന്നേ ദിവസം എല്ലാ മാതൃസമിതി അംഗങ്ങളും നമുക്ക് പറ്റാവുന്ന രീതിയിൽ നാമജപവും, പിന്നെ പാചകശാലയിലായാലും അമ്പല ശുചീകരണത്തിനായാലും എല്ലാത്തിനും മാതൃസമിതിയുടെ സജീവ സാന്നിധ്യം ഉണ്ടാവാറുണ്ട്. പിന്നെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളെ 10 ദിവസത്തെ ഉത്സവം നടക്കുന്നുണ്ട്. അതിലും മാതൃസമിതിയുടെ എന്താ പറയുക, അമ്പലത്തിൻ്റെ ഒരു നട്ടെല്ലായി തന്നെ മാതൃസമിതി പ്രവർത്തിച്ചു വരുന്നുണ്ട്. പിന്നെ അമ്പലത്തിൻ്റെ വിശേഷ ദിവസങ്ങൾ എന്ന് പറയുന്നത് എല്ലാ വ്യാഴാഴ്ചയുമാണ്. എല്ലാ വ്യാഴാഴ്ചയും മാതൃസമിതിയുടെ നേതൃത്വത്തിൽ നാമജപം നടത്താറുണ്ട്, നാരായണീയ പാരായണം. പിന്നെ അതുകൂടാതെ അന്നദാന ദിവസം, അതായത് എല്ലാ മാസവും തിരുവോണം നാളിൽ ഭഗവാന്റെ പിറന്നാളാണ്. ആ ദിവസത്തിൽ നമ്മൾ അന്നദാനത്തിനും മാതൃസമിതി അംഗങ്ങൾ രാവിലെ മുതൽ പാരായണം നടത്താറുണ്ട്. പിന്നെ ഉള്ളത് കർക്കിടക മാസം രാമായണ പാരായണം, അതും അമ്പലത്തിൽ സജീവമായി നടക്കുന്നതാണ്. മാതൃസമിതിയുടെ എല്ലാ അംഗങ്ങൾക്കും ഈ ഒരു സമയം ഞാൻ നന്ദി പറയാണ്. അത്രയും നല്ല രീതിയിലുള്ള പ്രവർത്തനം നമുക്കിവിടെ കാഴ്ചവെക്കാൻ പറ്റുന്നുണ്ട്.
നമ്മുടെ ക്ഷേത്രത്തിൽ മാതൃസമിതി നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്നുവെന്ന് ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു. പിന്നെ വ്യാഴാഴ്ച ദിവസം സഹസ്രനാമവും നാരായണീയ പാരായണവും ഭംഗിയായി നടത്തി വരുന്നുണ്ട്. പിന്നെ നവരാത്രി ആഘോഷത്തിലും സരസ്വതി പൂജയും വിദ്യാരംഭവും എല്ലാം നടത്താറുണ്ട്. പിന്നെ രാമായണ മാസം രാമായണം അഖണ്ഡനാമജപം നടത്തുന്നുണ്ട്. പിന്നെ മാതൃസമിതി നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. എല്ലാവരുടെയും നല്ല സഹകരണം ഉണ്ടാകുന്നുണ്ട്. കോവൂരപ്പനെ പ്രധാന വഴിപാടായി എല്ലാവരും നെയ്വിളക്ക്, പുഷ്പാഞ്ജലി, സഹസ്രനാമ പുഷ്പാഞ്ജലി, പിന്നെ നിത്യപൂജ, ഗണപതി ഹോമം ഇതൊക്കെ നടത്തി വരുന്നുണ്ട്. എല്ലാവർക്കും നമ്മുടെ കോവൂരപ്പനെ ഭജിക്കുന്നതിന് നല്ല ഫലം കാണുന്നുണ്ടതിന് തെളിവാണ് ഇതൊക്കെ. കോവൂര് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ സന്യാസി ശ്രേഷ്ഠന്മാർക്കേറെ പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണെന്ന് പറഞ്ഞു. നമ്മുടെ കേരളത്തിലെ പല ക്ഷേത്രങ്ങളും ജീർണാവസ്ഥയിലായിട്ടുണ്ട്. അങ്ങനെ കോവൂര് മഹാവിഷ്ണു ക്ഷേത്രവും പല കാലഘട്ടങ്ങളിലായി അഗ്നിബാധ ഏൽക്കുകയും അങ്ങനെ ജീർണോന്മുഖമാകുകയും നാശോന്മുഖമാകുകയും ചെയ്തൊരു ക്ഷേത്രം. എന്നാൽ ദേശത്തെ ഭക്തജനങ്ങളുടെയും ദേശക്കൂട്ടായ്മയുടെയും ഭാഗമായി ക്ഷേത്രം നവീകരിക്കപ്പെട്ടു എന്നാണ്. അങ്ങനെ നവീകരിക്കപ്പെട്ട മഹാവിഷ്ണു ക്ഷേത്രത്തിൽ അനവധി ഭക്തന്മാർ ദൂരദേശത്തു നിന്നു പോലും വന്ന് കാര്യസാധ്യത്തിനായി ഇവിടെ വന്ന് തൊഴുത് പ്രാർത്ഥിക്കുകയും നെയ്വിളക്ക് വെച്ചും തുളസിമാല ചാർത്തിയും പാൽപ്പായസ നിവേദ്യം കഴിച്ചും കാര്യസാധ്യം നേടുന്ന ഭക്തന്മാർ ഏറെയാണെന്ന് ഇവിടുത്തെ അനുഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിച്ചു. ഇവിടെ വന്ന് തൊഴുത് പ്രാർത്ഥിച്ച് സന്താന സൗഭാഗ്യം നേടിയവരും ഏറെയുണ്ട് എന്ന് ഇവിടുത്തെ ഭാരവാഹികൾ നമുക്ക് പറഞ്ഞു തന്നു. എല്ലാ ക്ഷേത്രങ്ങളും അങ്ങനെയാണ്. ഓരോ ക്ഷേത്രത്തിൻ്റെയും ഉന്നമനമെന്ന് പറയുന്നത് ജനതാ സന്നിധാനത്വേന സാന്നിധ്യമവി കഥ്യതേ എന്ന് പറയാറുണ്ട്. ഭക്തജനങ്ങളുടെ കൂട്ടായ്മയാണ് ക്ഷേത്രത്തിൻ്റെ അഭിവൃദ്ധിക്ക് വളരെ പ്രധാനം. കോവൂര് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ സമീപ കാലഘട്ടത്തിൽ ധാരാളം ആധ്യാത്മിക പ്രവർത്തനങ്ങൾ നടക്കുന്നു. അതുപോലെ തന്നെ നവീകരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നു. ഇതെല്ലാം കൊണ്ട് തന്നെ ഭക്തന്മാരെ സംബന്ധിച്ച് ഇവിടെ വന്ന് തൊഴുതു പ്രാർത്ഥിച്ചു പോയാൽ വിളിച്ചാൽ വെളിപ്പുറത്താണത്രേ കോവൂരെ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം. നമുക്ക് പ്രദക്ഷിണ വഴിയിലൂടെ പ്രദക്ഷിണം പൂർത്തീകരിച്ച് തൊഴുതു പ്രാർത്ഥിക്കാം. കോവൂര് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം വടക്കേ മലബാറിലെ തന്നെ വളരെ പൗരാണികമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണെന്ന് നമുക്കിവിടുത്തെ ഐതിഹ്യത്തിൽ നിന്ന് മനസ്സിലാക്കി. മറ്റൊരു പ്രത്യേകത പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും. ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൻ്റെ കട്ടിലയിൽ പുരാവസ്തു ഗവേഷകന്മാർ വന്ന് പല സന്ദർഭങ്ങളിലായി വായിച്ച വട്ടെഴുത്താണത്. ആ വട്ടെഴുത്തിൻ്റെ മുകളിലാണ് ഇപ്പോൾ പിച്ചള പൊതിഞ്ഞിട്ടുള്ളത്. ഈ വട്ടെഴുത്തിൽ പറയുന്നത്, ചരിത്ര ഗവേഷകന്മാർ വായിച്ച് പഠിച്ച് പറഞ്ഞിട്ടുള്ളത്, ഈ ക്ഷേത്രത്തിൻ്റെ സന്യാസി ശ്രേഷ്ഠന്മാർ വന്ന് ആരാധിച്ച് ആചരിച്ചു വന്ന ഒരു പ്രത്യേകതയുള്ള ഒരു മഹാവിഷ്ണു ക്ഷേത്രമാണ് ഇവിടെ എന്നാണ്. വർത്തമാന കാലഘട്ടത്തിൽ ശ്രേഷ്ഠന്മാരെ ആദരിക്കേണ്ടുന്ന ഒരു കാലഘട്ടം. കുംഭമേള, പ്രയാഗിൽ കുംഭമേള കഴിഞ്ഞു. തിരുനാവായിലും ഒരു കുംഭമേള വരുന്നു. ഇവിടെയൊക്കെ സന്യാസി ശ്രേഷ്ഠന്മാരുടെ പാദസ്പർശ കാലഘട്ടം. കോവൂര് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പക്ഷേ പൂർവ്വകാലഘട്ടത്തിൻ്റെ ചരിത്രത്തിൽ എവിടെയോ സന്യാസി വര്യന്മാർക്ക് വേണ്ടി നിർമ്മിച്ച ഒരു ക്ഷേത്രമൊന്നും ഈ ക്ഷേത്രത്തിൻ്റെ
മഹത്വം കണ്ട് മഹാവിഷ്ണു ചൈതന്യം ഇവിടെ പ്രത്യക്ഷപ്പെട്ടുവെന്നും ഇവിടുത്തെ ഐതിഹ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കും. വിശേഷ കാലഘട്ടത്തിൽ നടക്കുന്ന ഗണപതി ഹോമം, കർക്കിടക മാസത്തിൽ എല്ലാ ദിവസവും ഭഗവതി സേവ അനുഷ്ഠാനങ്ങൾ നടക്കുന്നു. ഭക്തന്മാർ വന്ന് തൊഴുതു പ്രാർത്ഥിച്ചു പോകുമ്പോൾ തുളസിമാലയും അതുപോലെ തന്നെ പാൽപ്പായസ നിവേദ്യവും നെയ്വിളക്കും ഒക്കെ വെച്ച് തൊഴുതു പ്രാർത്ഥിച്ചു പോകുമ്പോൾ പ്രഹർഷേണ അർത്ഥിക്കുന്നതാണ് പ്രാർത്ഥന. എല്ലായ്പ്പോഴും ഭഗവാനിലേക്ക് നിരന്തരം ഒരു ഭക്തൻ പറയുമ്പോൾ ഭക്തൻ്റെ അപേക്ഷ ഭഗവാൻ കേൾക്കാതിരിക്കില്ല എന്നാണ്. അത്തരം വളരെ പ്രാധാന്യമുള്ള ഒരു മഹാവിഷ്ണു ക്ഷേത്രമാണ് പടിഞ്ഞാറോട്ട് ദർശനമായ കോവൂര് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം. ക്ഷേത്രത്തിലെ ഉത്സവ കാലഘട്ടമെന്ന് പറഞ്ഞത് നേരത്തെ പറഞ്ഞതുപോലെ മകരമാസത്തിൽ ഉത്സവം തുടങ്ങി മകരം 1-ാം തീയതി ഉത്സവം അവസാനിക്കുന്ന രീതിയിൽ ധനുമാസത്തിലും മകരത്തിലുമായി ഉത്തരായന കാലഘട്ടമെന്ന് പറയുന്ന പുണ്യ കാലഘട്ടത്തിൽ ഉത്സവം സമാപിക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണത്രേ കോവൂര് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം. നമുക്കങ്ങനെ പ്രദക്ഷിണപദം പൂർത്തീകരിക്കാം. ഒരു ക്ഷേത്രത്തിൻ്റെ അഭിവൃദ്ധിക്ക് ഏറ്റവും പ്രധാനമാണ് ആചാര്യതവ സാമ്നായ ജപേന നിയമേന ഉത്സവേന അന്നദാനേന ക്ഷേത്രവൃദ്ധിസ്തു പഞ്ചത. കോവൂര് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ 3 ദിവസത്തെ ഉത്സവ കാലഘട്ടങ്ങളിൽ അനവധി ഭക്തന്മാർക്ക് അന്നദാനം ഭഗവത് പ്രസാദമായി ഈ അന്നദാനം സ്വീകരിച്ചു പോകുന്നവർ ഏറെയാണ്. മറ്റൊരു പ്രത്യേകത, ക്ഷേത്രത്തിൽ വിദ്യാരംഭം കുറിക്കുന്നു, അതുപോലെ തന്നെ കുട്ടികളെ എഴുത്തിനിരുത്തുന്നു. ഒപ്പം തുലാഭാരം പ്രദക്ഷിണ വഴി കണ്ണൂർ വിഷൻ ചാനലിലൂടെ എത്തുന്ന സമയത്ത് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചതും കുട്ടിയെ തുലാഭാരം തൂക്കുന്നതാണ്. ഭഗവാന് തുല്യമായ ഭാരം വെച്ച് ഭഗവാന് സമർപ്പിക്കുക എന്ന് പറയുന്ന പവിത്രമായൊരു ചടങ്ങാണത്രേ തുലാഭാരം. കോവൂര് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം പടിഞ്ഞാറോട്ടേക്ക് ദർശനമായ മഹാവിഷ്ണു. ക്ഷേത്രങ്ങൾക്കൊക്കെ ധാരാളം പ്രത്യേകതയുണ്ട്. കോവൂര് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത, അനവധി സന്യാസി ശ്രേഷ്ഠന്മാർക്ക് ആരാധനക്കും
ഏകാഗ്രതയ്ക്കും വേണ്ടി പ്രതിഷ്ഠിക്കപ്പെട്ട ഒരു ക്ഷേത്രമാണ് കോവൂര് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം. കോലത്തിരി രാജപരമ്പരയുടെ കാലത്ത് ഉദയവർമ്മൻ രാജയുടെ കാലഘട്ടത്തിൽ ഈ ക്ഷേത്രം പുനഃപ്രതിഷ്ഠിക്കപ്പെട്ടുവെന്നും ആ കാലഘട്ടത്തിൽ ഈ ക്ഷേത്രത്തിൻ്റെ ഇന്ന് കാണുന്ന അവസ്ഥകളിലേക്ക് എത്തിച്ചുവെന്നും ആ കാലഘട്ടത്തിൽ മുതൽ തന്നെ അതിൻ്റെ ഊരാള പാരമ്പര്യം എന്ന് പറയുന്നത് തേർള മല്ലിശ്ശേരി ഇല്ല പരമ്പരയായിരുന്നു. പിന്നീട് ഇല്ല പരമ്പരകളും രാജപരമ്പരകളും ഈ ക്ഷേത്രത്തെക്കുറിച്ച് ശ്രദ്ധിക്കാതെ പോയി എന്നും അങ്ങനെ ക്ഷേത്രം നാശോന്മുഖമായി എന്നും 40 വർഷക്കാലഘട്ടമായി ഈ ക്ഷേത്രത്തിൻ്റെ പരിസരത്തുള്ള ഭക്തന്മാരും അധ്യാപകന്മാരും ഭക്തജനങ്ങളുടെ കൂട്ടായ്മയോടുകൂടി ഈ ക്ഷേത്രത്തിൻ്റെ ഓരോ ഘട്ടം നവീകരണം പൂർത്തിയാക്കിയെന്നും അങ്ങനെ ഇന്ന് കാണുന്ന ഈ വ്യവസ്ഥയിലേക്ക് ഈ ക്ഷേത്രം എത്തിയെന്നും ക്ഷേത്രത്തിൻ്റെ ആചാര പാരമ്പര്യമെന്ന് പറയുന്നത് ഇരുവേശി പുടയൂര് സമ്പ്രദായമാണെന്നും 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവം നടക്കുന്ന ക്ഷേത്രമാണിത് എന്നും കർക്കിടക മാസത്തിൽ എല്ലാ ദിവസവും ഭഗവതി സേവയും രാമായണ സത്സംഗവും നടക്കുന്ന ക്ഷേത്രം, അതുപോലെ വിശേഷപ്പെട്ട എല്ലാ സനാതന ധർമ്മങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുന്നൊരു ക്ഷേത്രം, ആധ്യാത്മികമായ സത്സംഗങ്ങൾ നടക്കുന്ന ക്ഷേത്രം, ഒന്നിടവട്ട വർഷങ്ങളിൽ ഭാഗവത സപ്താഹം നടക്കുന്ന വടക്കേ മലബാറിലെ അപൂർവം ക്ഷേത്രങ്ങളിൽ ഒരു ക്ഷേത്രമാണ് കോവൂര് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രമെന്നും നമുക്കിവിടുത്തെ ഐതിഹ്യത്തിൽ നിന്നും അനുഷ്ഠാനത്തിൽ നിന്നും മനസ്സിലാക്കുവാൻ വേണ്ടി സാധിച്ചു. നമ്മുടെ പ്രദക്ഷിണ വഴി ഇവിടെ പൂർണ്ണമാകുന്നില്ല. മറ്റൊരു ക്ഷേത്രത്തിലെ ഐതിഹ്യവും ആചാരവും അനുഷ്ഠാനങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്തേ.